ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. സഫ ക്രിയേഷനിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മളിത് സ്റ്റോൺ ചെയിൻ വെച്ചിട്ടുള്ള വർക്കാണ് ചെയ്യാൻ പോണത്. അതായത് നമുക്കൊരു ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഇതിനായിട്ട് അതുപോലത്തെ ഒരു 20 രൂപ മീറ്ററിന് വരുന്ന സ്റ്റോൺ ചെയിൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു OHP ഷീറ്റ് ഉണ്ടാവില്ലേ, ഗ്ലാസ് പേപ്പർ, അതെടുത്ത് അതിൻ്റെ ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന് നമുക്ക് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് വെച്ചാൽ ആ ഷേപ്പിൽ ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഞാനിവിടെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് സ്റ്റോൺ ചെയിൻ ഒട്ടിച്ചെടുക്കുന്നത് കേട്ടോ. ഞാനിവിടെ ഇതാ ഒരു ലെയറിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് ലെയറും ഇതിൻ്റെ തൊട്ടടുത്തായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ. ഇതവിടെ 2 ലെയർ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെയിം അളവിലുള്ള ഒരു 4 പീസ് അതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ, നീളത്തിൽ. അപ്പോൾ ഇത് അവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നമ്മുടെ ഗിയർ വയറില്ലേ, അത് ചെറിയൊരു 2 പീസ് എടുക്കുന്നുണ്ട് കേട്ടോ. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ രണ്ട് സ്റ്റോൺ ചെയിനും കൂടി അടുപ്പിച്ച് വെച്ചിട്ട് നമ്മുടെ ഗിയർ വയർ കൊണ്ട് അതുപോലെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒന്ന് ചുറ്റിയെടുത്താൽ മതി. എന്നിട്ട് അവിടെ ചെറിയൊരു ഹുക്ക് പോലെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. അങ്ങനെ രണ്ടും ചെയ്തെടുക്കാം കേട്ടോ. അത് രണ്ടിൻ്റെ സൈഡിൽ അതുപോലെ ചെറിയൊരു ഹോള് പോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് നമ്മുടെ ഗിയർ വയർ വെച്ചിട്ട് തന്നെ. ഇനി നമുക്ക് വീണ്ടും ഗം അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ സ്റ്റോൺ ചെയിൻ ഇതിൽ ഒട്ടിച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ ഗിയർ വയർ വെച്ച് സെറ്റാക്കിയ ഭാഗമല്ല കേട്ടോ വെച്ച് കൊടുക്കുന്നത്, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് വെച്ച് കൊടുക്കുന്നത്. അതുപോലെ ഇത് നമ്മുടെ ഷീറ്റിൽ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഇങ്ങോട്ടും വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെ 2 സൈഡിലോട്ടും ഇതുപോലെ ചെയിൻ ആക്കിയെടുക്കാം. ഇനി നമുക്ക് ബാക്കി വരുന്ന ഷീറ്റുകളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രേസ്ലെറ്റ് ഇതാട്ടോ റെഡി ആയിട്ടില്ലേ, നല്ല ഭംഗിയില്ലേ കാണാൻ. നമ്മൾ റെഡിമെയ്ഡൊക്കെ വാങ്ങുന്നത് പോലെ തന്നെ ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിലായിട്ട് നമ്മുടെ ഫിഷ് ഹുക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. ഓപ്പോസിറ്റ് സൈഡിൽ ഇതുപോലത്തെ ചെയിനും ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗിയർ വയർ വെച്ച് നിർത്തി ചെറിയൊരു ഹോള് പോലെ തയ്യാറാക്കിയത് കേട്ടോ. അപ്പോൾ നമ്മൾ അടിപൊളി ബ്രേസ്ലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.
അടുത്തതൊന്നുകൂടി ചെയ്തെടുക്കാം കേട്ടോ. അതിന് ഞാൻ ഇതുപോലത്തെ ഗ്ലാസ് പേപ്പർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മുടെ ഗം അപ്ലൈ ചെയ്തിട്ട് സ്റ്റോൺ ചെയിന് റൗണ്ട് ഷേപ്പിലാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇത് അതുപോലെ റൗണ്ട് ഷേപ്പിലൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റോൺ ചെയിൻ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലത്തെ 2 പീസാണ് കേട്ടോ വേണ്ടത്. 2 പീസ് നീളത്തിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് നമുക്ക് എത്രയാണോ വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് കട്ട് ചെയ്തെടുത്താൽ മതി. വീണ്ടും നമുക്ക് നമ്മൾ ആദ്യത്തെ ബ്രേസ്ലെറ്റ് ചെയ്തപോലെ തന്നെ 2 സൈഡും ഗിയർ വയർ വെച്ചിട്ടൊന്ന് ചുറ്റി കൊടുത്തിട്ട് ഒരു ഹുക്ക് പോലെ ആക്കിയെടുക്കാം. അതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഗ്ലാസ് പേപ്പർ കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. കട്ട് ചെയ്ത് മാറ്റുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, മുഴുവനായിട്ട് കട്ട് ചെയ്ത് മാറ്റാൻ പറ്റില്ല. 2 സൈഡിലായിട്ടും അതുപോലെ ഈ ഒരു സ്റ്റോൺ ചെയിൻ വെച്ച് കൊടുക്കാനുള്ള ഭാഗം അവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് ഈ സ്റ്റോൺ ചെയിൻ ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ബ്രേസ്ലെറ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് നമുക്ക് കൊളുത്തും ചെയിനും കൂടിയും വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ കേട്ടോ ഇതിനും വെച്ച് കൊടുക്കുന്നത്. ഫിഷ് ഹുക്കും ചെയിനുമാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത് അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ 2 അടിപൊളി ബ്രേസ്ലെറ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് ഞാൻ 1 മീറ്റർ സ്റ്റോൺ ചെയിൻ വെച്ചിട്ടാണ് കേട്ടോ രണ്ടും ചെയ്തെടുത്തിട്ടുള്ളത്. പക്ഷേ നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങണമെങ്കിൽ നല്ല റേറ്റ് കൊടുക്കണ്ടേ. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് തന്നെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായി കാണുന്ന കൂട്ടുകാരനെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇൻഷാല്ലാ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ.